ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. ഇതതിൻ്റെ ഐസോമെറിസവും രാസപ്രവർത്തനങ്ങളുമാണ്. ഈ രണ്ട് സെക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 മാർക്കിനെ ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷേ 10 മാർക്കിനാണെങ്കിൽ പോലും അതിൽ അത്യാവശ്യം എല്ലാ കണ്ടൻസും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നമ്മുടെ ആറ്റത്തിൻ്റെ ഘടന നമ്മൾ ചെയ്തതാണ്. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ ചെയ്തു. ഇനി ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ആകും. ഓക്കെ, ഒരേ തന്മാത്രാ വാക്യമുള്ളതും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്തിനുള്ള വ്യത്യാസം. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യാസമാണെങ്കിൽ അവ എന്ത് ഐസോമെറിസം എന്നാണ് പറയുന്നത്? ഒരേ തന്മാത്രാവാക്യം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? പൊസിഷനാണല്ലേ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ സി, പൊസിഷൻ ഐസോമെറിസമാണ്. ഓക്കെ, ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഐസോമെറുകൾ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളുമായിരിക്കും അവയ്ക്ക്. ഇനി ഐസോമെറിസം എത്ര ടൈപ്പ് ഉണ്ട്? മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് ചെയിൻ ഐസോമെറിസം, പിന്നെയുള്ളത് ഏതാണ്? ഫങ്ഷണൽ ഐസോമെറുകൾ, പിന്നെയുള്ളത് എന്താണ്? പൊസിഷൻ ഐസോമെറുകൾ. ഓരോന്നും എന്താന്ന് നോക്കാം. ഒരേ തന്മാത്രാവാക്യമുണ്ട്, പക്ഷേ എന്താണ്? അവയുടെ ഘടനയിലായിരിക്കും വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പം നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. കാർബൺ ഇങ്ങനെ തന്നു. ഓക്കെ, ഇവിടെ എന്താണ്? കാർബണിൻ്റെ എണ്ണം 4 തന്നെയാണ്, പക്ഷേ ഒരെണ്ണം ഇങ്ങനെ തന്നു. കാർബണിൻ്റെ എണ്ണം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവിടെയും കാർബണിൻ്റെ എണ്ണം എത്രയാണ്? 4 ഇവിടെ എന്തിലാണ്? ആ ചെയിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഒരേ തന്മാത്രാവാക്യമായിരിക്കും. ഇവിടെ കാർബണിൻ്റെ എണ്ണോ ഹൈഡ്രജൻ്റെ എണ്ണോ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ ആ തന്നിരിക്കുന്ന ചെയിനിൽ എന്താകും? വ്യത്യാസം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. എന്താണ് ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ? സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യം ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചിലപ്പോൾ അതിൽ OH ആയിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്, ചിലതിൽ OA ആയിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്, ചിലതിൽ COA ആയിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്നിലും വ്യത്യാസമുണ്ടാകും. ഫങ്ഷണൽ ഗ്രൂപ്പിന് വ്യത്യാസം ഉണ്ടാകും, പക്ഷേ അതിലെ കാർബണിൻ്റെ എണ്ണവും ഓക്സിജൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും ഒക്കെ എല്ലാം കൗണ്ട് ചെയ്തെടുക്കുമ്പോഴേക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒരേ തന്മാത്രാവാക്യം ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ OH എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉള്ളെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാത്തിലും എന്തായിരിക്കും? OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകും. പക്ഷേ അവിടെ എന്ത് വ്യത്യാസമുണ്ട്? അവയുടെ സ്ഥാനം വ്യത്യാസമായിരിക്കും. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണ്, സി ഇങ്ങനെ തന്നിട്ട് ഇവിടെയാണ് OH എന്ന് തന്നു ഒരെണ്ണം. ഇവിടെ H ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ വേറൊരെണ്ണം തന്നിരിക്കുന്നത് ഇങ്ങനെ തന്നു, ഇവിടെയാണ് OH. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, പക്ഷേ അവിടെ അതിൻ്റെ പൊസിഷനാണ് മാറ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് ചേഞ്ച് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടെത്താനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം അങ്ങ് എഴുതി വയ്ക്കുക. നോക്കിക്കേ, ഇവിടുത്തെ കാർബണിൻ്റെ എണ്ണം എത്രയാണ്? 1, 2 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എത്രയാണ്? 3, 2, 5, 5, 1, 6 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അടുത്ത നോക്കിക്കേ, കാർബണിൻ്റെ എണ്ണം എത്രയാണ്? 1, 2, 3 കാർബൺ ഉണ്ട്. അതേപോലെ ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 3, 3, 6, 6, 1, 7 ഇവിടെ ഉണ്ട് ഒരു ഹൈഡ്രജൻ. അപ്പോൾ എത്രയാണ്? 8 ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ്റെ എണ്ണം 1. ഇവിടെ നോക്കിക്കേ, ഇവിടെ കാർബണിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണ്? 3, 3, 6 ഓക്സിജൻ എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, കാർബണിൻ്റെ എണ്ണം 3, ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണ്? 3, 2, 5, 5, 2, 7 7, 1, 8 ഹൈഡ്രജൻ്റെ എണ്ണം 8, ഓക്സിജൻ്റെ എണ്ണം 1. ഇനി നമുക്ക് ഐസോമെറിസം എന്ന് പറയുമ്പോഴേക്കും അവയുടെ തന്മാത്രാവാക്യം എപ്പോഴും സെയിം ആയിരിക്കണം. അതിലെ കാർബണിൻ്റെ എണ്ണോ ഹൈഡ്രജൻ്റെ എണ്ണോ ഓക്സിജൻ്റെ എണ്ണോ ഒക്കെ സെയിം ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമാകാം, അല്ലെങ്കിൽ ഇത് രണ്ടുമാകാം.
ഓക്കെ, ഫങ്ഷണൽ ഐസോമറിസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്തായിരിക്കണം, വ്യത്യാസം ഉണ്ടാവണം. ഫംഗ്ഷൻ്റെ പൊസിഷനല്ല മാറിയിരിക്കുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഏതാണ്, OH ആണ്. ഇനി അതിനോട് പെയർ ചെയ്തിരിക്കുന്ന ഇതല്ലേ, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, O ആണ്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് മാറ്റമുള്ളത്. സോ 1ഉം 3ഉം ആയിരിക്കും നമ്മുടെ ഫങ്ഷണൽ ഐസോമറിസം. അതായത് ഓപ്ഷൻ D 1 and 3 ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മറ്റേത് എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ എന്താണ്, കാർബണിൻ്റെ എണ്ണോ ഹൈഡ്രജൻ എണ്ണോ ഓക്സിജൻ്റെ എണ്ണോ സെയിം അല്ലേ. ഇവിടെ രണ്ടിടത്തും ഈ 2 പെയർ എടുത്താൽ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് മാറ്റിയിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 4ാമത്തേൽ ഈ അറ്റത്താണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, 1ാമത്തെ പൊസിഷനിലാണ്. ഇവിടെ എത്രയാണ്, 1 2 3, 2ാമത്തെ പൊസിഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്, OH എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ 1ാമത്തെ പൊസിഷനിലാണ് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് ഫങ്ഷണൽ ഐസോമർസ് ആണെങ്കിൽ ഇത് പൊസിഷൻ ഐസോമർസത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കഴിഞ്ഞ 2022 ചോദിച്ച ക്വസ്റ്റ്യനാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, താപീയ വിഘടനം. ഏതായിരിക്കും, ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെയോ എന്താണ് ആറ്റം ഗ്രൂപ്പ്, ഒരാറ്റത്തെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, പുതിയൊരു സാധനം വന്ന് ചേരുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ എ ആദേശ രാസപ്രവർത്തനം എന്നത്. എന്താന്ന് നോക്കാം നമുക്ക്. ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്നതാണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, CH4 മീതെയിൻ, എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ എയിനാണ് വരുന്നത്. ഇവിടെ നമ്മൾ CH4ൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു, Cl2 ക്ലോറിൻ ആഡ് ചെയ്തപ്പോഴേക്കും ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ അവിടെ നിന്ന് മാറ്റിയവരെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ ക്ലോറിൻ ഇങ്ങോട്ടേക്ക് കയറി വന്നു. കണ്ട, ഇവിടുത്തെ ഹൈഡ്രജൻ മാറി ഒരു ക്ലോറിൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ഇതിൻ്റെ കൂട്ടത്തിൽ എന്തായി, CH3Cl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറി. ഓക്കെ, അത് CH3Cl എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോറോമീതെയിൻ എന്ന് പറയും. CH3 എന്ന് പറയുമ്പോൾ മീതെയിനാണ്. അപ്പോൾ ക്ലോറോമീതെയിൻ. കണ്ടോ, ഇതാണ് സംഭവം ആദേശ രാസപ്രവർത്തനം. ഇനിയിപ്പോൾ അടുത്ത എന്താ, വീണ്ടും നമ്മൾ Cl2 കൂടി ചേർത്ത് കഴിഞ്ഞ് ഇവിടുത്തെ അടുത്ത ഹൈഡ്രജൻ മാറും. അടുത്ത ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെ എന്താകും, ഇവിടെ Cl ആകും, ഇവിടെയും Cl ആകും, ഇവിടെ H വരും. അതേപോലെ ഇവിടെ എന്താകും, HCl, വീണ്ടും ഒരു HCl കൂടി, അപ്പോൾ 2HCl എന്ന് വരും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പേരെന്താണ്, CH2Cl2 അല്ലേ. ഇതെന്താണ്, CH2Cl2. ഇതിൻ്റെ പേര് ഡൈക്ലോറോമീതെയിൻ എന്നാണ്. 2 ക്ലോറിനല്ലേ, ഡൈക്ലോറോമീതെയിൻ എന്ന് വരും. ഇനി അടുത്തത് വീണ്ടും ഇത് വരുമ്പോഴേക്കും എന്താകും, ട്രൈക്ലോറോമീതെയിൻ ആകും. ലാസ്റ്റ് ഇത് വരുന്നത് എങ്ങനെ വരും, ഒരു കാർബണിൻ്റെ ചുറ്റിനും 4 ക്ലോറിൻ ആറ്റമായിട്ട് വരും. അതായത് ടെട്രാക്ലോറോമീതെയിൻ എന്ന് വരും. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം എന്താ പറയേണ്ടത്, ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി ആ സ്ഥാനത്ത് വേറൊരെണ്ണം വന്നു ചേരും. ഇതിനെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ്വിബന്ധനം അഥവാ ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്, പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, താപീയ വിഘടനം. എന്താണ് അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനം വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും, അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും. ഓക്കെ, അത് മാറി എന്തായിട്ട് മാറും, പൂരിത സംയുക്തങ്ങൾ, അതായത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അതാണ് അതിൻ്റെ മീനിങ്. ദ്വിബന്ധനം അഥവാ ത്രിബന്ധനമുള്ളവയെ എന്താക്കി മാറ്റും, പൂരിതമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് എന്താ, അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താന്ന് നോക്കാതെ കണ്ടോ, CH, ഇവിടെ ഈത്തൈൻ, നമ്മൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്, ഈതെയിൻ, അതേപോലെ ഈതീൻ, അതേപോലെ ഈത്തൈൻ. ഇതാണ് ഇവിടെ എന്താണിക്കും, സിംഗിൾ ബോണ്ട്, തീൻ വരുമ്പോൾ ഡബിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അതായത് ഈ ഇത്തൈൻ എന്ന് പറയുന്ന സാധനത്തിന് ഹൈഡ്രജൻ കൂട്ടിച്ചേർത്ത് ഇവിടുത്തെ എന്താക്കി, ഈ ട്രിപ്പിൾ ബോണ്ട് മാറി എന്താക്കി മാറി, സിംഗിൾ ബോണ്ടായിട്ട് മാറി, അല്ല ഡബിൾ ബോണ്ടായിട്ട് മാറി. ആ ഡബിൾ ബോണ്ടിനെ വീണ്ടും എന്തായിട്ട് മാറി, സിംഗിൾ ബോണ്ടായ ഈത്തൈനായിട്ട് മാറി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന അഡീഷൻ രാസപ്രവർത്തനം. ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് എന്തായിട്ട് മാറും, പൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ബോണ്ടായിട്ടുള്ള തന്മാത്രകളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്.
ഇനി ഇതിൽ തന്നെ ഈ ഉയർന്ന താപനിലയിൽ ഈഥൈനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനുമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ ചേർക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത് നിക്കലാണ് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചോ. ഇവിടുത്തെ ഈഥീനെ ഉയർന്ന താപനിലയിൽ ഈഥീൻ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ചേർക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന എന്ത് സാധനമാണ്, നിക്കലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഏതാണ്? ഓപ്ഷൻ സി, പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞു സാധനങ്ങൾ കൂടി ചേർന്ന് ഒരു വലിയൊരു സംഭവമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് എൻ നമ്പറാണ്. ഇപ്പോൾ ഒരു 10, 100, 1000 എന്തോ ആയിക്കോട്ടെ, എൻ വിനൈൽ ക്ലോറൈഡ്, ഇതാണ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം. അത് കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറി, പോളി വിനൈൽ ക്ലോറൈഡ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്തെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതായത് ഇങ്ങനൊരു ബോക്സും ഒരു എന്നും കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അത് പോളിമറൈസേഷൻ ആയിരിക്കും. ഈഥീൻ കണ്ടോ, ഈഥീൻ എന്ന് പറയുന്നത് എന്താക്കി മാറി, പോളിത്തീൻ. അതായത് ഈ പറയുന്ന സാധനം എന്താണ്, ഇതിൻ്റെ മോണോമറാണ്. ഇതിനെ പറയുന്ന പേരാണ് മോണോമർ. ഇതാണ് അതിൻ്റെ എന്ത് പറയുന്നത്, പോളിമർ എന്ന് പറയുന്നത്. അതായത് PVCയുടെ മോണോമർ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതെന്താണ്, വിനൈൽ ക്ലോറൈഡ് ആണ്. പോളിത്തീൻ്റെ മോണോമർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതെന്താണ്, ഈഥീനാണ്. അതായത് ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എന്ത്, പോളിമറൈസേഷൻ. ഇങ്ങനെ ഉണ്ടാകുന്നവയെ എന്ത് പറയും, പോളിമറുകൾ എന്ന് പറയും. ഈ ഒരു ബോക്സ് നന്നായിട്ട് പഠിച്ചു വെച്ചോ, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് PVC എന്ന് പറയുന്ന പോളിമർ? അതിൻ്റെ മോണോമർ എന്താണ്, ക്ലോറോ ഈഥീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. PVCയുടെ മോണോമർ എന്താണ്, ക്ലോറോ ഈഥീൻ. അല്ലെങ്കിൽ ക്ലോറോ ഈഥീൻ്റെ പോളിമർ എന്തായിരിക്കും, PVC ആയിരിക്കും. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, പൈപ്പുകളും മറ്റും നിർമ്മിക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് പോളിത്തീൻ എന്ന പോളിമർ. പോളിത്തീൻ്റെ മോണോമറായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, ഈഥീനാണ്. അതായത് കുറേ ഈഥീൻ കൂട്ടിച്ചേർത്താണ് എന്തുണ്ടാക്കുന്നത്, പോളിത്തീൻ ഉണ്ടാക്കുന്നത്. പോളിത്തീൻ നമ്മൾ എന്താണ്, പോളിത്തീൻ ബാഗുകൾ അല്ലേ, ബാഗുകളുടെ നിർമ്മാണത്തിനാണ്. അടുത്തതാണ് പ്രകൃതിദത്ത റബ്ബർ അഥവാ പോളി ഐസോപ്രീൻ എന്ന് പറയും. അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്. പോളി ഐസോപ്രീൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പമാണ്, ഐസോപ്രീൻ ആണെന്ന് എഴുതേണ്ടത്. പക്ഷേ പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണത്, ഐസോപ്രീൻ ആണ്. എന്തിനാണത് ഉപയോഗിക്കുന്നത്, റബ്ബർ ബാൻഡ്, ഫുഡ് വെയർ തുടങ്ങിയവ നിർമ്മിക്കാനാണ് പ്രകൃതിദത്ത റബ്ബർ അല്ലെങ്കിൽ പോളി ഐസോപ്രീൻ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ടെഫ്ലോൺ. ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. അതിൻ്റെ മോണോമർ എന്താണ്, ടെട്രാഫ്ലൂറോ ഈഥീനാണ്. ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം, ടെഫ്ലോൺ കോട്ടിംഗ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ മോണോമർ എന്താണ്, ടെട്രാഫ്ലൂറോ ഈഥീനാണ്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് എന്താ, ഫോമിക് ആസിഡ്. എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്, മെത്തനോള്, വുഡ് സ്പിരിറ്റ്, എത്തനോള്, ഗ്രേപ്പ് സ്പിരിറ്റ്. ഇതിൽ ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ഫോമിക് ആസിഡാണ്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ്. മെത്തനോൾ എന്ന് പറഞ്ഞാൽ അത് വുഡ് സ്പിരിറ്റ് ആണ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഗ്രേപ്പ് സ്പിരിറ്റ് ആണ്. സോ ഇത് എന്താണ്, എല്ലാം ശരിയായവയാണ്. ഇവിടെ നമുക്ക് 2 രാസപ്രവർത്തനങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഒന്നാണ് ജ്വലനം എന്ന് പറയുന്നത്, അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോഴാണ് അവ എന്താണ് അത് പുറപ്പെടുവിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും H2ഉം വാട്ടറും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവിടെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ സാധനം തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് രാസപ്രവർത്തനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നോക്കേണ്ട, അതെന്തായിരിക്കും, ജ്വലനമായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുകയാണെങ്കിൽ അതെന്തായിരിക്കും, ജ്വലനമായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് താപീയ വിഘടനം എന്ന് പറയുന്നത്. താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പോളിമറൈസേഷൻ പറഞ്ഞ എന്താണ്, ലഘുവായ അനേകം തന്മാത്രകൾ ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്, ഒരു വലിയ സങ്കീർണമായ തന്മാത്ര, അതെയാണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ. താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. തന്മാത്രാ ഭാരം കൂടിയ ചില ഹൈഡ്രോ കാർബണുകൾ എന്ത് ചെയ്യും, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണായിട്ട് മാറും. തന്മാത്രാ ഭാരം കൂടിയതിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കി
കുഞ്ഞു കുഞ്ഞു പാർട്സാക്കി മാറ്റും. മറ്റേതെന്തായിരുന്നു? കുഞ്ഞു കുഞ്ഞു പാർട്സിനെ എന്താക്കി? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ അനേകം ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് സങ്കീർണമായൊരു തന്മാത്ര. താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ തന്മാത്രാഭാരം കൂടുതലുള്ളതിനെ എന്താക്കി മാറ്റുന്നുണ്ട്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കി ചെറിയ തന്മാത്രാഭാരം കുറഞ്ഞ് കുറേ പാർട്സാക്കി മാറ്റുന്നുണ്ട്. അതിനെയാണ് താപീയ വിഘടനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എന്തൊക്കെയാണെന്ന് നോക്കാം. 8 മുതൽ 10% എത്തനോൾ അടങ്ങിയ ദ്രവ്യമാണ് എന്തെന്ന് പറയുന്നത്? വാഷ്. വാഷിനെ അംശീക സ്വേദനം നടത്തി നിർമ്മിക്കുന്ന 95.6% വരെ വീര്യമുള്ള എത്തനോൾ അറിയുന്നത് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ്. 99%-ലധികം ശുദ്ധമായ എത്തനോളാണ് പവർ ആൽക്കഹോൾ. ഇത് നമുക്ക് നല്ല വൃത്തിക്ക് നമ്മളിത് പഠിച്ചു വയ്ക്കണം. കാര്യം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എത്തനോൾ എന്ന് പറയുന്ന സാധനത്തിനെ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞത്. എത്തനോൾ അതായത് പഞ്ചസാര നിർമ്മാണ സമയത്ത് നമ്മുടെ പഞ്ചസാരയിലെ ക്രിസ്റ്റൽസ് ഇല്ലേ, അവയെല്ലാം ശേഖരിച്ച് കഴിയുമ്പോഴേക്കും അവശേഷിക്കുന്നൊരു ദ്രാവകമുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊളാസസ് എന്ന് പറയുന്നത്. പഞ്ചസാര നിർമ്മാണത്തിൽ പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ ദ്രാവകത്തെ പറയുന്ന പേരാണ് മൊളാസസ്. ഈ മൊളാസസിനെ എന്ത് ചെയ്യുന്നുണ്ട്? നേർപ്പിച്ചിട്ട് ഈസ്റ്റ് ചേർക്കും. ഇതിൽ ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ് എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എത്തനോൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന കുറച്ച് എൻസൈംസുകളുണ്ട്. എന്തൊക്കെയാണ്? ഇൻവെർട്ടേസും അതേപോലെ സൈമേസ്, 2 എൻസൈമുകളാണ് എത്തനോൾ നിർമ്മിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് കുറേ ടോപ്പിക് സബായിട്ടുണ്ട്. 8 മുതൽ 10% വരെ എത്തനോൾ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? വാഷ് എന്ന് പറയും. അതേപോലെ ഈ വാഷിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? അംശീക സ്വേദനം നടത്തിയിട്ട് 95.6% വീര്യമുള്ള എത്തനോൾ ലഭിക്കും. അതിനെ പറയുന്ന പേരാണ് എന്താ? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വ്യാവസായിക ആവശ്യത്തിനാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യും? ഇത് മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് എന്ത് ചേർക്കുന്നുണ്ട്? ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് നമ്മൾ വിഷം ചേർക്കും. വിഷം ചേർക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി ഈ ഡീനേച്ചേർഡ് സ്പിരിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എത്തനോളിൽ നമ്മൾ വിഷമായിട്ട് ചേർക്കുന്നത് മെത്തനോൾ ആണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. എന്താണ്? മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് 99%. ഇപ്പം നമ്മൾ 95.6% എത്തനോളാണ് പറഞ്ഞത്. 99%-ലധികം എന്താണ്? ശുദ്ധമായ എത്തനോൾ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ തന്നെ എന്താണ്? ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും നമ്മുടെ പെട്രോളും കൂടി ചേരുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്താ? പവർ ആൽക്കഹോൾ എന്ന് പറയും. നമ്മുടെ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? പവർ ആൽക്കഹോൾ നമുക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എത്തനോളിൻ്റെ നിർമ്മാണത്തിൽ മൊളാസസ്, അതായത് പഞ്ചസാര നിർമ്മാണ പ്രക്രിയയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബൈ പ്രൊഡക്റ്റാണ് മൊളാസസ് എന്ന് പറയുന്നത്. അതിനെ നേർപ്പിച്ചിട്ട് ഈസ്റ്റുമായിട്ട് ചേർത്താണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുന്നത്. അതിനെ നമ്മളെ സഹായിക്കുന്ന 2 എൻസൈമുകളാണ് ഇൻവെർട്ടേസും അതേപോലെ തന്നെ സൈമേസ് എന്ന് പറയുന്നതും. അതിൽ തന്നെ 8 മുതൽ 10% വരെയുള്ള എത്തനോളാണ് വാഷ് എന്നറിയപ്പെടുന്നത്. 95.6% ആണെങ്കിൽ അതിനെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ എന്ത് ചേർക്കുന്നുണ്ട്? വിഷം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ആ ഡീനേച്ചേർഡ് സ്പിരിറ്റായിട്ട് വിഷമായിട്ട് നമ്മൾ മെത്തനോളാണ് ചേർക്കുന്നതെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. 99%-ലധികം ശുദ്ധമാണെങ്കിൽ അതിന് എന്ത് പറയും? പവർ ആൽക്കഹോൾ എന്ന് പറയും. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. നല്ല രീതിക്ക് ഒന്ന് പഠിച്ചു വെക്കണം. നല്ല രീതിക്ക് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കായത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. 8 മുതൽ 10% വരെ എത്തനോൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യമാണ് വാഷ്. ഇത് ശരിയാണ്. വാഷിനെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന 95.6% എത്തനോൾ അറിയുന്നത് എന്താണ്? ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണോ? അല്ല, അതിനെ പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും.
റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പോൾ ഇത് തെറ്റാണ്. 99%-ലധികം ശുദ്ധമായ എഥനോളാണ് എന്ത്? പവറല്ല, അബ്സല്യൂട്ട് ആൽക്കഹോളാണ്. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതും തെറ്റാണ്. സോ 1 ശരി, 2, 3 തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെത്തനോൾ ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത്. മെത്തനോൾ ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ, അതായത് ഇവിടെ പറയുന്നത് എത്തനോയിക് ആസിഡിൻ്റെ നിർമ്മാണമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? മെത്തനോളും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നത് ഓപ്ഷൻ ബി എത്തനോയിക് ആസിഡാണ്. ഓക്കെ, എത്തനോയിക് ആസിഡ് നമ്മൾ റൈഗോൺ നിർമ്മാണത്തിൽ, റബ്ബറിൻ്റെ സിൽക്കിൻ്റെയൊക്കെ നിർമ്മാണത്തിലൊക്കെയാണ്, വ്യവസായത്തിലൊക്കെയാണ് നമ്മൾ എത്തനോയിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്തനോയിക് ആസിഡിൻ്റെ നിർമ്മാണം എങ്ങനെയാണ്? മെത്തനോള് ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന സാധനം ബൈ പ്രൊഡക്റ്റാണ് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പേരും കൂടി പഠിച്ചില്ലേ? എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് അസറ്റിക് ആസിഡാണ്. ഇതിൽ തന്നെ 5 മുതൽ 8% വരെ വീര്യമുള്ള എത്തനോയിക് ആസിഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരി എന്ന് പറയുന്നത്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ്. 5 മുതൽ 8% വരെ വീര്യമാണെങ്കിൽ അതിനെ പറയുന്ന പേര് അസറ്റിക് ആസിഡാണ്. ഓക്കെ, അതേപോലെ എഥനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഫെർമെൻറ്റേഷൻ നടത്തുമ്പോഴേക്കും വിനാഗിരിയാക്കാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. എന്താണത്? അതിനെയാണ് നമ്മൾ അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. എന്താണ്? എത്തനോളിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഫെർമെൻറ്റേഷൻ ചെയ്താണ് നമ്മൾ വിനാഗിരി ഉണ്ടാക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോട്ട് പ്രോസസ്സിൽ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് മൊളാസസ്, ഗ്ലിസറോൾ, പ്രൊപ്പനോൾ, മെത്തനോൾ. എന്താണ് ഹോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഹോട്ട് പ്രോസസ്സ്? അതായത് നമ്മുടെ സോപ്പ് നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്താ? ഹോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എണ്ണയും കൊഴുപ്പും ഒക്കെ ആൽക്കലിയുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് സോപ്പ് കിട്ടുന്നത്. സോപ്പ് നിർമ്മാണത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ആൽക്കലികൾ എന്താണ്? എണ്ണയും കൊഴുപ്പൊക്കെ ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോപ്പ്. സാധാരണ ഉപയോഗിക്കുന്ന ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും അതേപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഹോട്ട് പ്രോസസ്സ്. ഈ ഹോട്ട് പ്രോസസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലിസറോളാണ്. ഓക്കെ, ഗ്ലിസറോളാണ് ഹോട്ട് പ്രോസസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേപോലെ ജസ്റ്റ് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഈ സോപ്പ് എന്ന് പറയുന്നതിന് 2 അഗ്രമുണ്ട്. ഇപ്പം ഇതാണ് സോപ്പെങ്കിൽ ഈ സോപ്പിന് 2 അഗ്രമുണ്ട്. ഓരോ അറ്റത്തിലും 2 അഗ്രമുണ്ട്. ഒന്നെന്താണ്? നോൺ പോളാർ അഗ്രമാണ്. നോൺ പോളാറും മറ്റേതെന്താണ്? പോളാർ അഗ്രവുമാണ്. ഈ നോൺ പോളാർ സോപ്പിൽ ഹൈഡ്രോകാർബണിൻ്റെ ഭാഗം ലയിക്കുന്നത് എണ്ണയിലാണെങ്കിൽ, അതേപോലെ തന്നെ അയോണിക ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? പോളാർ ഭാഗം. ഇത് ലയിക്കുന്നത് ജലത്തിൽ ലയിക്കും. ഇവിടെ എന്താണ്? എണ്ണയിൽ ലയിക്കും. അതൊന്ന് പഠിച്ചു വെക്കുക. സോപ്പിലെ ഹൈഡ്രോകാർബൺ ഭാഗം ലയിക്കുന്നത് എണ്ണയിലും, അതേപോലെ തന്നെ നോൺ പോളാർ ഭാഗം ലയിക്കുന്നത് എന്തിലാണ്? ജലത്തിലുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B, C എന്നീ കോളങ്ങളിൽ നിന്നും അനുയോജ്യമായവ കണ്ടെത്തുക. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് നമുക്ക് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, CH3 + Cl2 ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ക്ലോറിൻ മാറി അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് വരുന്നു. സോ ഇത് ഏതായിരിക്കും ആൻസർ? ഇതാണ്. കണ്ടോ, ഇവിടുത്തെ എന്താണ്? ഇവിടുത്തെ CH3 എന്നായിരുന്നത് ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറി ഇവിടെ ക്ലോറിൻ ആഡായി HCl വന്നു. ഈ രാസപ്രവർത്തനത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആദേശ രാസപ്രവർത്തനം. സോ ഇത് ഇങ്ങോട്ടേക്ക് വരും. അടുത്ത് നോക്കിക്കേ, C2H6 + O2 ഓക്സിജൻ വരുമ്പോഴേക്കും അവിടെ എന്ത് വരുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ജ്വലനമാണ്. സോ ഇവിടെ ഇതാണ് ആൻസർ വരുന്നത്. N വന്നാൽ എന്തായിരിക്കും? അത് ഉണ്ടോ, ഈ N വന്നു. അപ്പോൾ അതെന്തായിരിക്കും? അത് പോളിമറൈസേഷനാണ്. CH3 എന്ന് പറയുന്നത് എന്താണിത്? ഇതെന്ത് സാധനമാണ്? CH3CH2 ഇതിൻ്റെ പേരെന്ത് വരും? മെത്ത് എത്ത് പ്രൊപ്പ് അല്ലേ? 3 എണ്ണമുണ്ട്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഇതിൻ്റെ പേരാണ് എന്ത്? പ്രൊപ്പൈൻ എന്ന് വരും. ഈ പ്രൊപ്പൈൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 + CH4 എന്ന് പറയുന്ന 2 കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. 2 കോമ്പൗണ്ട്സ് ആയിട്ട് മാറുവാണെങ്കിൽ അതിന് എന്താ പറയുന്നത്?
അതായത് നമ്മൾ നേരത്തെ പഠിച്ചു വലിയൊരു കോമ്പൗണ്ട് താപീയ വിഘടനം എന്ന് പറഞ്ഞില്ലേ, അതായത് വലിയൊരു സാധനത്തിന് നമ്മൾ ചെറിയ തന്മാത്രകളാക്കി മാറ്റി, അതിനെയാണ് താപീയ വിഘടനം എന്ന് പറയുന്നത്. ഇവിടെ എന്തായിട്ടാണ് മാറുന്നത്? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ എന്താണിത്? മെത്ത് എത്ത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതീൻ. അതേപോലെ തന്നെ CH4 ഉണ്ടാവുന്നുണ്ട്. CH4 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പേര്? മീഥൈൻ. അതായത് എന്താണ്? പ്രൊപ്പൈൻ എന്ന് പറയുന്ന ഒരു സാധനം, പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം ഉണ്ടായിരുന്ന പ്രൊപ്പൈൻ 2 കാർബൺ ആറ്റമുള്ള ഇഥീനും 1 കാർബൺ ആറ്റമുള്ള മീഥൈനുമായിട്ട് മാറി. അതിനെയാണ് താപീയ വിഘടനം. വലിയൊരു സാധനം തന്മാത്രാഭാരം കൂടിയതിനെ 2 ആക്കി സ്പ്ലിറ്റായി. നെക്സ്റ്റ് നോക്കിക്കേ, ദ്വിബന്ധനം അല്ലെ, ഇവിടെ എന്താ? ത്രിബന്ധനമാണുള്ളത് അല്ലെ, മറ്റേ അപൂരിത ഹൈഡ്രോ കാർബണാണ്. അതെന്തായിട്ട് മാറി? ദ്വിബന്ധനമായിട്ട് മാറി. സോ ഇങ്ങോട്ടേക്ക് വരും. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ളതിനെ പൂരിത ഹൈഡ്രോ കാർബണാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. ജസ്റ്റ് നോക്കിക്കോ. കണ്ടോ? CH3Cl2 എന്നുള്ളത് ആദേശ രാസപ്രവർത്തനം. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉപോൽപ്പന്നമെങ്കിൽ അത് ജ്വലനമായിരിക്കും. N കണ്ടാൽ അത് പോളിമറൈസേഷൻ ആണ്. ഇവിടെ വലിയൊരു സാധനത്തിനെ ചെറിയ 2 ആക്കി സ്പ്ലിറ്റായി അല്ലേ, ഇങ്ങനെ ഒരെണ്ണം 2 ആക്കി സ്പ്ലിറ്റ് ആയതിനെയാണ് വിഘടിപ്പിച്ചതിനെ താപീയ വിഘടനം എന്ന് പറയുന്നത്. ത്രിബന്ധനമുള്ളതിനെ ദ്വിബന്ധനമാക്കി മാറി, അതിനെയാണ് നമ്മൾ അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ടോപ്പിക്കായത്, റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നല്ല രീതിക്ക് 2 ചാപ്റ്ററും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്